ശ്രീമദ് ഭാഗവതം എല്ലാ ഭക്തന്മാരെയും സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി സേവനം എനിക്ക് നൽകിയ കരമന നീലമാധവ് സത്സംഗത്തിനും കഥാമൃത പ്രതിനിധിനും ഐശ്വര്യമാതാജിക്കും ഞാൻ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. എന്നിൽ നിന്നും വന്നേക്കാവുന്ന തെറ്റുകുറ്റങ്ങളും അബദ്ധങ്ങളെയും ക്ഷമിച്ച് എന്നെ അനുഗ്രഹിക്കണമെന്ന് എല്ലാ വൈഷ്ണവരോടും പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപി ജനവല്ലഭ ജയ ഗിരിവരധാരി ജയോ ഗിരിവരധാരി യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീരാവനചാരി യമുന തീരാവനചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം ജയ കൃഷ്ണ ബലറാം ജയ ജഗന്നാഥ ജയ ബലദേവാ ജയ സുഭദ്രമയി ജയ സുദർശന ജയ ഗൗരനിതായ് ജയ ഗൗരനിതായ് ജയ ഗൗരനിതായ് ജയ നരസിംഹദേവ് ജയ നരസിംഹദേവ് ജയ പഞ്ചതത്വ ജയ പഞ്ചതത്വ ജയ പഞ്ചതത്വ ജയ ജയ പ്രഭുപാദ് ജയ ജയ പ്രഭുപാദ് ജയ ജയ ഗുരുദേവ് ജയ ജയ ഗുരുദേവ് നിത്തായ് ഗൗര ഹരി ബോൾ നിത്തായ് ഗൗര ഹരി ബോൾ. ചില പ്രഭുപാദ് കി ജയ്, ചില ഗുരുദേവ് കി ജയ്, അനന്തകോടി വൈഷ്ണവ. ആദ്യമായി എൻ്റെ ആധ്യാത്മിക ഗുരു ഹിസ് ഹോളിനസ് ജയപതാക സ്വാമി മഹാരാജന്റെ പാതാരവിന്ദങ്ങളിൽ എൻ്റെ സാദര പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ശിക്ഷാഗുരുക്കന്മാരെയും പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വൈഷ്ണവർക്കും ഞാൻ വിനീതമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ശരിയായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ എന്നിൽ നിന്നും വരുന്നതിനായി എല്ലാവരുടെയും അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതി ജയപതാക സ്വാമിൻ ഇതി നാമിനി നമാചാര്യപാദായ പിതായ് കൃപാപ്രദായിനി ഗൗരഗദാമധായ നഗരഗ്രാമധാരിണി നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശകാരിണി ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ.
ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം 1-ാം സ്കന്ധം കുന്തി ദേവിയുടെ പ്രാർത്ഥനയും പരീക്ഷിത് മഹാരാജാവിന്റെ ത്രാണനവും എന്ന 8-ാം അധ്യായത്തിലെ 18-ാമത്തെ ശ്ലോകമാണ് ഇന്നിവിടെ ചർച്ചയ്ക്കായി വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ശ്ലോകം വായിക്കാം. നമസ്യേ പുരുഷം താദ്യമീശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബാഹിരവസ്ഥിതം. നമസ്യേ പുരുഷം താദ്യമീശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിർവസ്ഥിതം. കുന്തി വാച, ഞാൻ പറയാൻ വിട്ടുപോയി, ക്ഷമിക്കാം. നമസ്തേ പുരുഷം ത്വാദ്യമീശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം. കുന്തി ഉവാച, കുന്തി കഥിച്ചു. നമസ്യേ, എന്നെ പ്രണമിക്കാൻ അനുവദിച്ചാലും. പുരുഷം, പരമപുരുഷൻ. ത്വ, അങ്ങ്. ആദ്യം, പ്രഥമമായ, ആദ്യമായ, ആദിമമായ. ഈശ്വരൻ, നിയന്താവ്. പ്രകൃതേ, ഭൗതിക പ്രപഞ്ചത്തിന്റെ. പരം, അതീതം. അലക്ഷ്യം, അദൃശ്യൻ. സർവ, എല്ലാം. ഭൂതാനാം, ജീവാത്മാക്കളുടെ. അന്ത, ഹൃദയത്തിൽ. ബഹി, ബാഹ്യമായി. അവസ്ഥിതം, നിലകൊള്ളുന്നു. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. ശ്രീമതി കുന്തിദേവി പറഞ്ഞു, അല്ലയോ കൃഷ്ണ, ഭൗതിക പ്രപഞ്ചത്തിന്റെ ഗുണങ്ങളാൽ സ്വാധീനിക്കപ്പെടാത്ത പരമദിവ്യോത്തമ പുരുഷനായ അങ്ങയെ ഞാൻ പ്രണമിക്കുന്നു. ഏവരുടെയും ഹൃദയത്തിൽ അന്തർവർത്തിയായും ബാഹ്യവർത്തിയായും നിലകൊള്ളുന്നുവെങ്കിൽ തന്നെയും അങ്ങ് സർവർക്കും അദൃശ്യനാകുന്നു. ഭാവാർത്ഥം ശില പ്രഭുപാദ് കി ജയ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ കുന്തി ദേവിയുടെ സ്വന്തം ഭാഗിനേയനാണെങ്കിലും അദ്ദേഹം യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് ശ്രീമതി കുന്തി ദേവിക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അത്തരം പ്രബുദ്ധയായ ഒരു സ്ത്രീ തന്റെ ഭാഗിനേയനെ വണങ്ങി അപരാധം പ്രവർത്തിക്കുകയില്ല. ആകയാൽ അവൾ ഭഗവാൻ ശ്രീകൃഷ്ണനെ ഭൗതിക പ്രപഞ്ചത്തിന് അതീതനായ പ്രഥമ പുരുഷൻ എന്ന് അഭിസംബോധന ചെയ്തു. സർവജീവസത്തകളും അതീന്ദ്രിയമെങ്കിലും അവയൊക്കെ യാഥാർത്ഥ്യമോ അഥവാ അസ്ഖലിതമോ അല്ല. ഭൗതിക പ്രകൃതിയുടെ കുരുക്കിൽ അകപ്പെട്ട് അധപ്പതിക്കാൻ അനുയോജ്യരാണ് ജീവസത്തകൾ. എന്നാൽ ഭഗവാൻ ഒരിക്കലും അധപതനം സംഭവിക്കുന്നില്ല. ആകയാൽ സർവജീവസത്തകളിൽ വെച്ച് ഏറ്റവും പ്രമുഖൻ എന്ന് വേദങ്ങളിൽ ഭഗവാനെ വർണ്ണിക്കുന്നു. നിത്യോ നിത്യാനാം ചേതനശ്ചേതനാനാം. ഭഗവാനെ ഈശ്വരൻ എന്ന് വീണ്ടും അഭിസംബോധന ചെയ്തിരിക്കുന്നു. ജീവസത്തകൾ അഥവാ ചന്ദ്രൻ, സൂര്യൻ തുടങ്ങിയവരെ പോലെയുള്ള ദേവന്മാർ ഈശ്വരന്മാരാകുന്നു. എന്നാൽ അവരാരും തന്നെ പരമ ഈശ്വരൻ അഥവാ പരമനിയന്താവാകുന്നില്ല. ഭഗവാൻ പരമ ഈശ്വരനും പരമാത്മാവുമാകുന്നു. ഭഗവാൻ അന്തരംഗസ്ഥനും ബഹിരംഗസ്ഥനുമാണ്. കുന്തിദേവിയുടെ ഭാഗിനേയനായി കുന്തി സമക്ഷം ഭഗവാൻ സന്നിഹിതനെങ്കിലും അദ്ദേഹം കുന്തിദേവിയുടെയും മറ്റവരുടെയും ഹൃദയത്തിലും അവസ്ഥിതനാകുന്നു. ഭഗവത്ഗീതയിൽ 15:15 ഭഗവാൻ ഇപ്രകാരം ഉദ്ഘോഷിക്കുന്നു: ഞാൻ എവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അവർക്ക് സ്മരണയും ജ്ഞാനവും വിസ്മൃതിയും എന്നിൽ നിന്ന് തന്നെയാണ് ഉണ്ടാകുന്നത്. സർവ്വവേദങ്ങളാലും അറിയപ്പെടേണ്ടവൻ ഞാനാകുന്നു. വേദങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവനും വേദത്തെ അറിയുന്നവനും ഞാൻ തന്നെ. ഏവരുടെയും ഹൃദയത്തിൽ അന്തരംഗസ്ഥനായും ബഹിരംഗസ്ഥനായും സ്ഥിതി ചെയ്യുന്നുവെങ്കിൽ തന്നെയും ഭഗവാൻ അദൃശ്യനായി തന്നെ നിലകൊള്ളുന്നു. എന്നാൽ ഈ വസ്തുത സാമാന്യ ജനങ്ങൾക്ക് സന്ദേഹമുണ്ടാക്കുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ കുന്തിദേവിയുടെ സമക്ഷം പ്രത്യക്ഷത്തിൽ സന്നിഹിതനായി കൊണ്ട് തന്നെ സ്വയം ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് അശ്വത്ഥാമാവിന്റെ അസ്ത്രപ്രഭാവത്തിൽ നിന്നും അവളുടെ ഗർഭഭ്രൂണത്തെ സംരക്ഷിച്ചത് കുന്തിദേവിക്ക് പ്രത്യക്ഷ അനുഭവമുള്ളതാകുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ സർവവ്യാപിയാണോ അതോ കേന്ദ്രീകൃതനാണോ എന്ന് ചിന്തിച്ച് കുന്തിദേവി വിഷമവൃത്തത്തിലായി. പരമാർത്ഥത്തിൽ രണ്ടും ഭഗവാൻ തന്നെയാണ്. എന്നാൽ
പൂർണ്ണമായും സമർപ്പിതാത്മാക്കളാകാത്തവരുടെ മുന്നിൽ സ്വയം വെളിപ്പെടുത്താതിരിക്കാൻ ഭഗവാൻ സവിശേഷമായി ശ്രദ്ധിക്കുന്നു. ഈ നിയന്ത്രിത യവനികയെ പരമപുരുഷനായ ഭഗവാന്റെ മായാശക്തി എന്ന് വിശേഷിപ്പിക്കുന്നു. നിഷേധാത്മാവിന്റെ പരിമിതമായ കാഴ്ചയെ ഇത് നിയന്ത്രിക്കുന്നു. ഇവയെക്കുറിച്ച് സുവ്യക്തമായി താഴെ വിശദീകരിക്കും. ഹരേ കൃഷ്ണ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഈ ഇതുവരെയുള്ള ഭാഗത്തിലേക്ക് നമുക്ക് ഒരു ചെറുതായിട്ടൊരു എത്തിനോട്ടം നടത്താം. എല്ലാവർക്കും അറിയുന്നത് പോലെ കുരുക്ഷേത്ര യുദ്ധം സമാപിച്ച് പാണ്ഡവർ മൃതി അടഞ്ഞ ബന്ധുജനങ്ങൾക്കായി ജലതർപ്പണം ചെയ്യാൻ വേണ്ടി നദീതീരത്തെത്തി. മരിച്ചുപോയവർ അത് പാണ്ഡവപക്ഷത്തുള്ളവരായാലും കൗരവപക്ഷത്തുള്ളവരായാലും യുദ്ധം രണ്ട് കുടുംബങ്ങൾ തമ്മിലായിരുന്നു എന്നുള്ളത് കൊണ്ട് എല്ലാവരും ബന്ധുജനങ്ങളായിരുന്നു. ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാനും കുന്തിദേവിയും, കുന്തിദേവിയുടെ സഹോദരപുത്രനായതുകൊണ്ട് ഭഗവാനും അവരുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. അതുകൊണ്ട് ഭഗവാനും അവരോടൊപ്പം ജലതർപ്പണത്തിനായി ചെന്നു. ഭഗവാന്റെ പാദരേണുക്കൾ കൊണ്ട് പവിത്രമായ ഗംഗാജലം ഭഗവാനോടുകൂടി ചേർന്ന് അവർ തർപ്പണം ചെയ്തു. സ്നാനാദി കർമ്മങ്ങൾക്ക് ശേഷം ശോകാധിക്യത്തിലിരുന്ന യുധിഷ്ഠിരൻ തുടങ്ങിയ പാണ്ഡവരെയും ധൃതരാഷ്ട്രർ, ഗാന്ധാരി, കുന്തി, ദ്രൗപദി തുടങ്ങിയവരെയും നദീതീരത്തിലിരുന്ന് ഭഗവാനും വ്യാസദേവൻ തുടങ്ങിയ മുനിശ്രേഷ്ഠന്മാരും ചേർന്ന് സാന്ത്വനിപ്പിച്ചു. ഇവിടെ ഭഗവാൻ ഭൗതികമായി കുന്തിദേവിയുടെ ഭഗ്നേയനും സുഭദ്രയുടെ സഹോദരനുമായിരുന്നു. ധർമ്മത്തിന് ച്യുതി സംഭവിച്ചത് കൊണ്ടാണ് കൗരവർക്ക് നാശമുണ്ടായത്. സർവശക്തനായ ഭഗവാന്റെ ആജ്ഞാനുസരണം പ്രവർത്തിക്കുന്ന പ്രകൃതിയുടെ നിയമങ്ങൾ ആരാലും മാറ്റാൻ സാധ്യമല്ല. അതിനുശേഷം ഭഗവാന്റെ നിർദ്ദേശാനുസരണം യുധിഷ്ഠിര മഹാരാജാവ് 3 അശ്വമേധയാഗങ്ങൾ നടത്തുകയും അദ്ദേഹത്തിന്റെ യശസ് സർവ്വദിക്കുകളിലും വ്യാപിക്കുകയും ചെയ്തു. അതിനുശേഷം തന്റെ ദൗത്യം പൂർത്തിയാക്കിയ ഭഗവാൻ വ്യാസദേവന്റെ നേതൃത്വത്തിലുള്ള ബ്രാഹ്മണ ശ്രേഷ്ഠരാൽ പൂജിക്കപ്പെടുകയും ഭഗവാൻ പാണ്ഡുപുത്രരെയും കുന്തി മഹാറാണിയെയും ആദരിച്ച് അന്യോന്യം പ്രണാമങ്ങൾ അർപ്പിച്ച് ദ്വാരകയിലേക്ക് പുറപ്പെടാനൊരുങ്ങി. അങ്ങനെ രഥത്തിൽ കയറിയിരുന്ന ദ്വാരകയിലേക്ക് പുറപ്പെടാൻ തുടങ്ങുന്ന ഭഗവാൻ തന്റെ നേരെ ഭയവിഹ്വലയായി ഓടിവരുന്ന ഉത്തരയെ കണ്ടു. ഭയപ്പെട്ട് ഓടി വന്ന ഉത്തര തന്റെ ഉദരത്തിലുള്ള ഭ്രൂണത്തെ നശിപ്പിക്കാൻ വരുന്ന ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷിക്കണം എന്ന് പറഞ്ഞ് ഭഗവാനെ ശരണം പ്രാപിക്കുന്നു. ഉത്തര പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ ഇച്ഛ അതാണെങ്കിൽ ഞാൻ നശിച്ചുകൊള്ളട്ടെ. പക്ഷേ പാണ്ഡവ വംശത്തിന്റെ കുരുവംശത്തിന്റെ തന്നെ അവസാന കണ്ണിയായ തന്റെ കുഞ്ഞിനെ രക്ഷിക്കണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. തന്റെ ഭക്തിയുടെ പ്രാർത്ഥന ക്ഷമയോടെ കേൾക്കുകയും കൊടിയ പകമൂത്ത് നോവിച്ചു വിട്ട സർപ്പത്തെ പോലെ പാണ്ഡവര കുലം മൊത്തം നശിപ്പിക്കാനായി അശ്വത്ഥാമാവ് അയച്ച ബ്രഹ്മാസ്ത്രമാണ് അതെന്ന് മനസ്സിലാക്കുകയും പരീക്ഷിതിനെയും പാണ്ഡവരെയും രക്ഷിക്കണമെന്ന് ഭഗവാൻ ഇച്ഛിക്കുകയും ചെയ്തു. തങ്ങൾക്ക് നേരെ വരുന്ന ബ്രഹ്മാസ്ത്രത്തെ പ്രതിരോധിക്കാനുള്ള സമയം പാണ്ഡവർക്കില്ല എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തന്റെ സുദർശന ചക്രത്തെ വരുത്തുകയും ബ്രഹ്മാസ്ത്രത്തെ പ്രതിരോധിച്ച് പാണ്ഡവരെ രക്ഷിക്കുകയും അതേസമയം തന്നെ ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ഭ്രൂണത്തിലായിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിനെ ആവരണം ചെയ്യുകയും ചെയ്തു. അശ്വത്ഥാമാവിനാൽ അയക്കപ്പെട്ട ബ്രഹ്മാസ്ത്രം പ്രതിരോധിക്കുവാനോ പിൻവലിക്കുവാനോ നിയന്ത്രിക്കുവാനോ കഴിയാത്തതാണെങ്കിലും ഭഗവാന്റെ ശക്തിയെ അഭിമുഖീകരിച്ചപ്പോൾ അത് നിർവീര്യമാക്കപ്പെട്ടു. സർവ ഭൗതിക വസ്തുക്കളെ സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്ന ഭഗവാന്റെ ഈ കർമ്മങ്ങളിൽ ഒന്നും തന്നെ അസാധാരണമായിട്ടില്ല എന്ന് ഇവിടെ സൂത ഗോസ്വാമി പറയുന്നു. അങ്ങനെ ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട കുന്തിദേവിയും പാണ്ഡവരും ദ്രൗപദിയും യാത്രയാകാൻ ഒരുങ്ങി നിൽക്കുന്ന ഭഗവാന് യാത്രയാക്കിക്കൊണ്ട് കുന്തിദേവി അർപ്പിക്കുന്ന പ്രാർത്ഥനകളാണ് ഈ 18ാമത്തെ ശ്ലോകം മുതൽ തുടങ്ങുന്നത്. 18 മുതൽ 43 വരെയുള്ള ശ്ലോകങ്ങൾ കുന്തി മഹാറാണി ഭഗവാന് അർപ്പിക്കുന്ന പ്രാർത്ഥനകളാണ്. ഇവിടെ കുരുക്ഷേത്ര യുദ്ധം അവസാനിപ്പിച്ച് യുധിഷ്ഠിര മഹാരാജാവിനെ രാജ്യഭരണം ഏൽപ്പിച്ച് ഭഗവാൻ തന്റെ ദൗത്യം, അതായത് ധർമ്മ സംസ്ഥാപനം പൂർത്തിയാക്കി. ഭഗവത്ഗീത 4.7, 4.8 ഭഗവാൻ പറയുന്നു, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. എപ്പോൾ എവിടെ ധർമാചരണത്തിൽ ക്ഷയം നേരിടുന്നുവോ
എപ്പോൾ അധർമ്മം തഴച്ചു വളരുന്നുവോ അപ്പോൾ ദുഷ്കൃതികളെ നിഗ്രഹിച്ച് ഭക്തന്മാരെ രക്ഷിച്ച് ധർമ്മം പുനഃസ്ഥാപിക്കാനായി ഞാൻ അവതരിക്കുന്നു. ഇവിടെയും തന്റെ അവതാരോദ്ദേശം ഭഗവാൻ നിർവഹിച്ചു. ദുഷ്കൃതികളായ ദുര്യോധനാദികളെ ഇല്ലാതാക്കി ഭക്തന്മാരായ പാണ്ഡവരെ രക്ഷിച്ച് ധർമ്മരാജാവായ യുധിഷ്ഠിരനെ സിംഹാസനാരൂഢനാക്കി രാജ്യഭരണം ഏൽപ്പിച്ചു. ധർമ്മം പുനഃസ്ഥാപിച്ചു. അതായിരുന്നു ഭഗവാന്റെ ഇച്ഛ. ശ്രീല പ്രഭുപാദ് പറയുന്നത് രാജ്യത്തിന്റെ ഭരണാധികാരികൾ പുണ്യാത്മാക്കളായിരിക്കണം, ധർമ്മിഷ്ഠരായിരിക്കണം. നിർഭാഗ്യവശാൽ ഇന്നത്തെ സമൂഹത്തിൽ അതില്ല. സമൂഹത്തിന് അതിന്റെ ആവശ്യമില്ല. ഡെമോക്രസി അഥവാ ജനാധിപത്യ വ്യവസ്ഥയെക്കുറിച്ച് പ്രഭുപാദ് പറയുന്നത് എല്ലാ അസുരന്മാരും തെമ്മാടികളും എങ്ങനെയോ വോട്ടുകൾ ശേഖരിച്ച് സീറ്റുകൾ കൈവശപ്പെടുന്നു. എന്നിട്ട് അവരുടെ ജോലിയോ സാധാരണ മനുഷ്യരെ, ജനങ്ങളെ കൊള്ളയടിക്കുക എന്നതാണ്. ജനാധിപത്യം എന്നാൽ കൊള്ളക്കാരുടെയും തെമ്മാടികളുടെയും ഒത്തുചേരൽ, അസംബ്ലി എന്നാണ് ശ്രീല പ്രഭുപാദ് പറയുന്നത്. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് അതിന് കടകവിരുദ്ധമായിരുന്നു. വളരെ ധർമ്മിഷ്ഠനും പ്രജാക്ഷേമ തൽപരനുമായിരുന്നു അദ്ദേഹം. അജാത ശത്രുവായിരുന്നു. അദ്ദേഹം തന്റെ പ്രജകളെ എപ്പോഴും സന്തോഷവാന്മാരെ കാണണമെന്ന് ആഗ്രഹിച്ചു. തന്റെ പ്രജകൾ അത്യുഷ്ണത്താലോ അതിശൈത്യത്താലോ കഷ്ടപ്പെടരുതെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുപോലെ പ്രജകൾ അസുഖങ്ങൾ മൂലം അല്ലെങ്കിൽ പ്രകൃതി സ്വാധീനത്താൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ ഇവയൊന്നും കൊണ്ട് കഷ്ടപ്പെടരുതെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു. തന്റെ പ്രജകളുടെ ഭക്ഷണം, പാർപ്പിടം, അവരുടെ സ്വത്തുക്കളുടെയും അവരുടെ തന്നെ സുരക്ഷ, ഇതിലൊക്കെ യുധിഷ്ഠിര മഹാരാജാവ് ശ്രദ്ധാലുവായിരുന്നു. യുധിഷ്ഠിര മഹാരാജാവ് എന്നല്ല, അന്ന് കാലത്തുള്ള എല്ലാ രാജാക്കന്മാരും അങ്ങനെ തന്നെയായിരുന്നു. ഇനി ഭഗവാനാണെങ്കിലോ സുപ്രീം കിങ്. എന്തുകൊണ്ടെന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു പുരുഷം ആദ്യം ഈശ്വരം, സുപ്രീം. ഭഗവാനാണ് പരമനിയന്താവ്. ഭഗവത്ഗീത 9:10 പറയുന്നു, മയാധ്യക്ഷേണ പ്രകൃതി സൂയതേസ ചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. എന്റെ ശക്തിവിശേഷങ്ങളിൽ ഒന്നായ ഈ ഭൗതിക പ്രകൃതി എന്റെ നിർദ്ദേശം അനുസരിച്ച് സർവചരാചരങ്ങളെയും സൃഷ്ടിക്കുന്നു. ഈ നിയമം അനുസരിച്ച് പ്രപഞ്ചം വീണ്ടും വീണ്ടും സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. എല്ലാം ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്, സുപ്രീം കൺട്രോളർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, മറ്റു വേദസാഹിത്യങ്ങൾ ഒക്കെ വായിക്കുന്നുണ്ടല്ലേ. അതിന്റെ എല്ലാം ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഭഗവാൻ 15:15 പറയുന്നു, വേദേശ സർവേ അഹമേവ വേദ്യ വേദാന്തകൃദ്വേദ വിദേഹചാഹം. ഭഗവാനെ അറിയുക, എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെയാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഭഗവാനെ അറിയുക, ഭഗവാനെ മനസ്സിലാക്കുക. ഇതൊക്കെ വായിച്ചിട്ടും ഭഗവാനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ വായന കൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് പ്രഭുപാദ് പറയുന്നത്. അത് വെറുതെ സമയം പാഴാക്കൽ മാത്രമാണ്. ഇവിടെ കുന്തി മഹാറാണി പറയുന്നു, നമസ്തേ പുരുഷം തോദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം. പ്രിയപ്പെട്ട കൃഷ്ണ, അങ്ങ് ആദ്യം പുരുഷൻ, ആദ്യ പുരുഷൻ, ഒറിജിനൽ പേഴ്സൺ ആണ്. അങ്ങ് പരമനിയന്താവാണ്, സുപ്രീം കൺട്രോളർ. അതാണ് ഭഗവാനെ കുറിച്ചുള്ള മനസ്സിലാക്കൽ. ഇവിടെ കുന്തി മഹാറാണി കാണുന്നത് വളരെ അനായാസമായി കുന്തി മഹാറാണിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ്സൺ അഭിമന്യുവിന്റെ പുത്രനായ പരീക്ഷത്തിനെ അനായാസമായി എന്ന് പറഞ്ഞാൽ പോരാ, ഒരു തിടുക്കവുമില്ലാതെ രഥത്തിലിരുന്നു കൊണ്ട് തന്നെ ഭഗവാൻ സംരക്ഷിക്കുന്നു. അതോടൊപ്പം പാണ്ഡവരുടെ നേരെ വരുന്ന ബ്രഹ്മാസ്ത്രത്തിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. രഥത്തിലിരുന്നു കൊണ്ട് ഉത്തരയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് പരീക്ഷത്തിനെ സംരക്ഷിക്കുകയും ഒപ്പം പാണ്ഡവരുടെ നേരെ വരുന്ന ബ്രഹ്മാസ്ത്രത്തിനെ സുദർശന ചക്രം കൊണ്ട് പ്രതിരോധിക്കുകയും ചെയ്ത ഭഗവാന്റെ പ്രവൃത്തി കണ്ട് ഭഗവാന് യാത്രാമംഗളം നേരാൻ വന്ന കുന്തിദേവി അത്ഭുതചകിതയായി. ഭഗവാനോടുള്ള ഭക്തിയും കൃതജ്ഞതയും ആദരവും വാത്സല്യവും സ്നേഹവും കൊണ്ട് കുന്തിദേവിയുടെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞു. ഇങ്ങനെയുള്ള ഭക്തിയും സ്നേഹവും കൃതജ്ഞതയും ഒക്കെ എപ്പോഴാണോ ഹൃദയത്തിൽ അലയടിക്കുന്നത് അപ്പോഴാണ് പ്രാർത്ഥനകൾ ഉയരുന്നത്. അങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് ഈ ഭൗതിക ലോകം മറികടക്കാൻ നമ്മളെ സഹായിക്കുന്നത്. പ്രാർത്ഥനകൾ ഉയരുന്നത് ആത്മാവിൽ നിന്നുമാണ്. ആത്മാവിൽ നിന്നും ഉയർന്ന് ശരീരത്തിലൂടെ പ്രവഹിച്ച് നാവിലൂടെ അത് പുറത്തു വരുന്നു. ആത്മാവിൽ നിന്നും ഉയരുന്ന ഈ പ്രാർത്ഥന നമ്മുടെ പരിശ്രമത്തിൽ നിന്നും ഉണ്ടാകുന്നതല്ല, ഭഗവാന്റെ പ്രചോദനത്താൽ, ഭഗവാന്റെ കാരുണ്യത്താൽ മാത്രം ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകങ്ങളെ ഉത്തമ ശ്ലോകം എന്ന് പറയുന്നു. ഉത്തമ ശ്ലോകം എന്ന് പറയുന്നത്
ഏറ്റവും ഉയർന്നത്. ഉത്തമ ശ്ലോക എന്ന് പറഞ്ഞാൽ കവിത, പദ്യം, ഉന്നതമായ കവിത. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായ ഒരു കാര്യം, ഈ ലോകത്തിൽ പലരും കവിതകൾ രചിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം ഭൗതിക ലോകത്തെ കുറിച്ചുള്ളതാണ്. ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകങ്ങളെ ഒരിക്കലും ഇത്തരം പദ്യങ്ങളുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്നതല്ല. അത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ശ്രീല പ്രഭുപാദരുടെ പുസ്തകങ്ങൾ. ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ വാക്കുകൾ നമ്മൾ അതിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. അല്ലെ, സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്, പരമ ദിവ്യോത്തമ പുരുഷൻ, ലോട്ടസ് ഫീറ്റ്, പാതാരവിന്ദം, ഡസ്റ്റ് ഓഫ് ദി ലോട്ടസ് ഫീറ്റ്, അങ്ങനെ ഒരുപാട് പദങ്ങൾ. അതൊക്കെ നമ്മൾ ഈ ഇസ്കോൺ കമ്മ്യൂണിറ്റിയിൽ വന്നതിന് ശേഷം മാത്രം കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതുമാണ്. അപ്പോ കുന്തി മഹാറാണി ഭക്തിയും ആദരവും വാത്സല്യവും സ്നേഹവും ഒക്കെ കൊണ്ട് ഹൃദയം നിറഞ്ഞു കഴിഞ്ഞ അവസ്ഥയിൽ തന്റെ പ്രശംസയും കൃതജ്ഞതയും ഒക്കെ ഈ പ്രാർത്ഥനകളിലൂടെ പ്രകടിപ്പിക്കുന്നു. ഈ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഭഗവാൻ എന്തിനു വേണ്ടിയാണ് ലീലകൾ ചെയ്യുന്നതെന്നും അതിന്റെ കാരണം എന്തെന്നും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അതിൽ നിന്നും നമുക്ക് പ്രചോദനം ഉൾക്കൊള്ളാൻ കഴിയും. ഈ പ്രാർത്ഥനകൾ ഓർത്ത് നമുക്ക് ഭഗവാനെ സ്തുതിക്കാൻ കഴിയും. ശ്രീകൃഷ്ണ ഭഗവാൻ ഉത്തരയെ രക്ഷിച്ചു, പരീക്ഷത്തിനെ രക്ഷിച്ചു, പാണ്ഡവരെ മുഴുവൻ രക്ഷിച്ചു. പാണ്ഡവർ വളരെ ശക്തരും അസ്ത്രശസ്ത്ര വിശാരദന്മാരുമായിരുന്നു. എന്നിട്ടും അവർ നിസ്സഹായരായി. അവരെ രക്ഷിക്കാൻ വേണ്ടി ഭഗവാൻ വന്നുവെങ്കിൽ എനിക്ക് വേണ്ടിയും ഭഗവാൻ സഹായത്തിനുണ്ടാകും എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും, വിശ്വസിക്കാൻ കഴിയും. പാണ്ഡവർക്ക് സ്വയം സംരക്ഷിക്കാൻ കഴിയെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ കഴിയും? അപ്പോ ഈ പ്രാർത്ഥനകൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെക്കാൾ നന്നായി നമ്മളെ സഹായിക്കാനും സംരക്ഷിക്കാനും ഭഗവാന് കഴിയും എന്ന് ചിന്തിക്കാനുള്ള പ്രചോദനം ഈ പ്രാർത്ഥനകൾ നമുക്ക് തരുന്നു. നമ്മളെക്കാൾ നന്നായി നമ്മളെ സഹായിക്കാനും സംരക്ഷിക്കാനും ഭഗവാന് കഴിയും എന്നതിന് കാരണം എന്തെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടേതായ കണക്കുകൂട്ടലുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ്. ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ എല്ലാം വളരെ നന്നായി ചെയ്യാൻ കഴിയും. ഭഗവാൻ സുപ്രീമാണ്. ഈ പ്രാർത്ഥനകളുടെ ഒരു ഭാവം എങ്ങനെയാണെന്ന് വെച്ചാൽ, അല്ലയോ ഭഗവാനെ, അങ്ങേക്ക് ഞങ്ങളെ രക്ഷിക്കാൻ കഴിയും. ഞങ്ങൾക്ക് സ്വയം രക്ഷിക്കാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ അധികമായി ഞങ്ങളെ സഹായിക്കാൻ അങ്ങേക്ക് കഴിയും. അതുകൊണ്ടാണ് ഭഗവാൻ ഭക്തവത്സലൻ എന്നറിയപ്പെടുന്നത്. ഭഗവാൻ തന്റെ ഭക്തന്മാരെ സ്നേഹിക്കുന്നു. കുന്തിദേവി ഇവിടെ അർപ്പിക്കുന്ന പ്രാർത്ഥനകളുടെ ഭാവം, ഭഗവാൻ എന്നെയും എന്റെ മക്കളെയും ഉത്തരയുടെ ഉദരത്തിൽ ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെയും ഇടിമിന്നൽ പോലെ തങ്ങളെ നശിപ്പിക്കാൻ വരുന്ന ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും രക്ഷിച്ചു. ആ ഒരു കൃതജ്ഞതയിലും ആനന്ദത്തിലുമാണ് കുന്തി മഹാറാണി തന്റെ പ്രാർത്ഥനകൾ എത്തിക്കുന്നത്. ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത് നമസ്തേ, പ്രണാമങ്ങൾ അർപ്പിക്കാൻ അനുവദിച്ചാലും, അല്ലെ, ശ്രീല വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂറിന്റെ ഈ ശ്ലോകത്തെ കുറിച്ചുള്ള പർപ്പട്ടിൽ ഭഗവാനും കുന്തിദേവിയും തമ്മിലുള്ള ഒരു സംഭാഷണ രൂപത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് ഹിസ് ഗ്രേസ് ബ്രിജബിഹാരിദാസ് പ്രഭു അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണത്തിൽ പറയുന്നു. അത് വായിക്കുമ്പോൾ ഈ ശ്ലോകത്തിലെ ഓരോ വാക്കും ഒരുപാട് പ്രാധാന്യമുള്ളതാണെന്ന് അദ്ദേഹം പറയുന്നു. ഈ ശ്ലോകം എങ്ങനെ ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ഭഗവാൻ എങ്ങനെ സ്തുതിക്കപ്പെടണം എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. സാധാരണ നമ്മൾ ഭഗവാന് മുൻപിൽ ചെല്ലുമ്പോൾ ചോദിക്കുകയാണ് ചെയ്യാറ്, അല്ലെ? ഇവിടെ കുന്തി മഹാറാണി എങ്ങനെയാണ് ഭഗവാനെ സ്തുതിക്കേണ്ടതെന്ന് നമ്മളെ പഠിപ്പിച്ചു തരും. നമസ്യേ, ഇവിടെ നമസ്യേ പുരുഷം ത്വാദ്യം. നമസ്തേ, നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ കൈകൂപ്പി പറയുന്ന ഒരു വാക്കാണ് നമസ്തേ, സാദര പ്രണാമം. ഇവിടെ കുന്തി മഹാറാണി ഭഗവാനോട് പ്രണമിക്കാനുള്ള അനുവാദം ചോദിക്കുകയാണ്. അങ്ങേ പ്രണമിക്കട്ടെ. കുന്തി മഹാറാണിയോട് ഭഗവാനോട് പറയുന്നതായി ശ്രീ വിശ്വനാഥ ചക്രവർത്തി ടാഗോർ പറയുന്നു. അപ്പൊ ഭഗവാൻ തിരിച്ചു പറയുകയാണ്, എന്തിനാണ് എനിക്ക് സാദര പ്രണാമം? ഞാൻ അങ്ങയുടെ സഹോദരപുത്രനാണ്, അതുകൊണ്ട് എനിക്ക് പ്രണാമം അരുത്. അപ്പോ കുന്തി ദേവിയുടെ അടുത്ത വാക്ക് പുരുഷം ത്വാദ്യം. അപ്പൊ ഭഗവാൻ പറഞ്ഞു, ശരിയാണ്, ഞാൻ പുരുഷനാണ്, സ്ത്രീയല്ല, പ്രകൃതിയല്ല, എങ്കിലും എനിക്ക് എന്തിനു പ്രണാമം അർപ്പിക്കണം അങ്ങ്? അപ്പൊ കുന്തിദേവി വീണ്ടും വിശദീകരിക്കുന്നു, ത്വാദ്യം, അങ്ങ് ആദ്യ പുരുഷനാണ്, ദി ഒറിജിനൽ പേഴ്സൺ. അപ്പോൾ ഭഗവാൻ പറയുന്നു, എല്ലാ ജീവാത്മാക്കളും ആദ്യമാണ്, എല്ലാം എന്നും ഉണ്ടായിരുന്നു. അപ്പോ നിത്യോ നിത്യാനാം ചേതനശ്ചേതനാനാം, ഭഗവാൻ പരമമായ ആത്മാവാണ്. കുന്തിദേവി വീണ്ടും പറയുന്നു, എല്ലാവരും ആദ്യമാണ്, എങ്കിലും അങ്ങ് ഈശ്വരനാണ്, പരമം സുപ്രീം, എല്ലാവരുടെയും
നിയന്താവാണ്, കൺട്രോളറാണ്. അപ്പോ ഭഗവാൻ പറയുന്നു എല്ലാവരും നിയന്താക്കളാണ്, ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ, യുധിഷ്ഠിര മഹാരാജാവ്. പക്ഷേ അങ്ങ് പരമമായ ഈശ്വരനാണ്, സുപ്രീം കൺട്രോളർ, കൺട്രോളർ ഓഫ് ദി കൺട്രോളേഴ്സ്. ഇനിയോ പ്രകൃതേ പരം, അങ്ങ് ഭൗതിക ലോകത്തിന്റെ ഗുണങ്ങൾക്ക് അതീതനാണ്. എത്ര വലിയ ചക്രവർത്തി ആയാലും ഭൗതിക ഗുണങ്ങൾക്ക് അധീനരാണ്. എല്ലാവർക്കും വയസ്സാവും, കഴിവുകൾ നശിക്കും. നമ്മൾ പരമ ഈശ്വരനല്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ എങ്ങനെയാണ്? അദ്വൈതം അച്യുതമനാദി അനന്തരൂപം ആദ്യം പുരാണ പുരുഷം നവയൗവനം ച. ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് പറയുന്നു അല്ലെ, ഭഗവാൻ എപ്പോഴും യൗവനമാണ്. അതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനെ ഇന്ദ്രധനുസിനോട്, അതാ മഴവില്ലിനോട് താരതമ്യം ചെയ്തിരിക്കുന്നു. സാധാരണ വില്ലിന് സ്ട്രിങ് ഉണ്ട്, ഞാണ് അല്ലെ, മഴവില്ലിന് അതില്ല. സ്ട്രിങ്ങിനെ ഗുണങ്ങളോട് താരതമ്യം ചെയ്തിരിക്കുന്നു. കൃഷ്ണ ഈസ് നോട്ട് കൺട്രോൾഡ്. എല്ലാവരും ഭൗതികതയുടെ ത്രിഗുണങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു, സാധാരണ വില്ലിനെ പോലെ. പക്ഷെ ഭഗവാൻ ത്രിഗുണങ്ങൾക്ക് അതീതനാണ്, ഞാണില്ലാത്ത മഴവില്ല് പോലെ, പ്രകൃതേ പരം. പിന്നെയോ അലക്ഷ്യം, ഭഗവാൻ ഇൻവിസിബിൾ, ഭഗവാൻ അദൃശ്യനാണ്. സാധാരണ ബുദ്ധിക്ക് അങ്ങയെ മനസ്സിലാക്കാൻ സാധ്യമല്ല എന്ന് കുന്തി മഹാറാണി പറയുന്നു. പരീക്ഷിത് മഹാരാജാവിനെ രക്ഷിക്കാൻ ഭഗവാൻ ഉത്തരയുടെ ഉദരത്തിൽ പ്രവേശിച്ചു. അപ്പോ ഭഗവാൻ കുന്തി ദേവിയുടെ മുൻപിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരേ സമയം ഭഗവാൻ ഉത്തരയുടെ ഉദരത്തിലും പ്രവേശിച്ചു, കുന്തി മഹാറാണിയുടെ മുൻപിലും നിന്നു അല്ലെ. അന്തർ ബഹിർ അവസ്ഥിത, ഭഗവാൻ പരമാത്മാവായി എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. അതോടൊപ്പം ഭഗവാൻ പുറത്തും സ്ഥിതി ചെയ്യുന്നു. ബഹിർ നരസിംഹോ ഹൃദയേ നരസിംഹോ നരസിംഹമദീം ശരണം പ്രപദ്യേ അല്ലെ. ഭഗവാനെ അകത്തും പുറത്തും സ്ഥിതി ചെയ്യുന്ന ഭഗവാനെ നമ്മൾ ശരണം പ്രാപിക്കും. ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവ് പറയുന്നു, ഈശ്വര പരമാ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. എല്ലാത്തിലും പരമമായ ഈശ്വരനാണ് ഭഗവാനെന്ന് ബ്രഹ്മസംഹിതയിൽ ബ്രഹ്മാവും പറയുന്നു. അപ്പോ ഈ ഭൗതിക ലോകം എന്ന് പറഞ്ഞാൽ ബദ്ധാത്മാക്കൾക്ക് ദണ്ഡനം അനുഭവിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥലമാണ്. ഭൗതിക പ്രകൃതിയും ഭഗവാന്റെ തന്നെ സൃഷ്ടിയാണ്. പക്ഷെ ദണ്ഡനത്തിന് വിധേയരാകാൻ വേണ്ടിയുള്ളവർക്കായിട്ടുള്ള ഒരു സ്ഥലം, അതാണ് ഭൗതിക പ്രകൃതി. ഭഗവത്ഗീത 8.15 ഭഗവാൻ പറയുന്നു, ദുഃഖാലയം അശാശ്വതം, ദുഃഖപൂർണവും അസ്ഥിരവുമായ ഈ ലോകം, ഈ സ്ഥലം യാതന അനുഭവിക്കാൻ വേണ്ടിയുള്ളവർക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. എന്നെ തികച്ചും ഇനി ആരാണ് ഈ ബന്ധനത്തിന് വിധിക്കപ്പെട്ടവർ? ഭഗവാനെ മറന്ന് സ്വയം ആസ്വദിക്കണം, സന്തോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ, അവരെല്ലാം ദണ്ഡനത്തിന് വിധിക്കപ്പെട്ടവരാണ്. എന്നാൽ ഭഗവാനെ ആശ്രയിക്കുന്നവരോ, അവർ അങ്ങനെയല്ല. അതാണ് വ്യത്യാസം. ശിക്ഷാർഹരായവർക്ക് വേണ്ടിയാണ് ഭഗവാൻ ഈ ഭൗതിക ലോകം സൃഷ്ടിച്ചിരിക്കുന്നതെങ്കിലും പരമപുരുഷനും നിയന്താവുമായ ഭഗവാൻ അവരുടെ ജീവിതാവശ്യങ്ങൾ നിറവേറ്റപ്പെടണമെന്നും അവർക്ക് അഭിവൃദ്ധിയോടെ ജീവിക്കാൻ കഴിയണമെന്നും ആഗ്രഹിച്ചു. ഭഗവാൻ വിചാരിച്ചു, ശരി, അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചു കാലത്തേക്ക് ഈ ഭൗതിക ലോകം ആസ്വദിക്കട്ടെ. അതിനുശേഷം അവരുടെ വീട്ടിലേക്ക്, ഭഗവത് സാമ്രാജ്യത്തിലേക്ക് തിരികെ വരട്ടെ. അതായത് തടവുകാരെ പോലെ. കുറച്ചുനാൾ ഗവൺമെന്റ് അവരെ ശിക്ഷിച്ച് ജയിലിലടയ്ക്കും. പക്ഷെ ഒരു ഭരണകൂടവും ഒരിക്കലും അവർ അവിടെ സ്ഥിരമായി കിടക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ശിക്ഷാ കാലാവധി കഴിയുമ്പോൾ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി തിരുത്താൻ ആവശ്യമായ സമയം നൽകി പുറത്തുവിടുന്നു. അതുപോലെ ഭൗതിക ലോകത്തുള്ളവരും ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരാണ്. അവരവരുടെ കാലാവധി കഴിയുമ്പോൾ തെറ്റുകൾ തിരുത്തി ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു ചെല്ലണമെന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നു. ജയിലിൽ തടവ് പുള്ളികള് ഫസ്റ്റ് ക്ലാസ്, സെക്കൻഡ് ക്ലാസ്, തേർഡ് ക്ലാസ് എന്നൊക്കെ വിഭജനം ഉള്ളതുപോലെ ഓരോരോ ജീവിത സാഹചര്യം അനുസരിച്ച് ബദ്ധാത്മാക്കളും ഒന്നാം തരം, രണ്ടാം തരം, മൂന്നാം തരമായി താന്താങ്ങളുടെ ബദ്ധജീവിതം നയിക്കുന്നു. നമ്മളെല്ലാവരും തടവുകാരും ഭഗവാൻ പരമനിയന്താവുമാണ്, സുപ്രീം കൺട്രോളർ. അപ്പോൾ ഭഗവാനാണ് പരമപുരുഷൻ, ആദിപുരുഷൻ എന്ന് ശാസ്ത്രങ്ങൾ സമ്മതിക്കുന്നു. ഭഗവാൻ തന്നെ പറയുന്നു, ഭഗവത്ഗീത 10.8, അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ. അതുകൂടാതെ ഇവിടെ കുന്തി മഹാറാണി പാണ്ഡവ മാതാവ് പറയുന്നു. കുന്തി മഹാറാണി ഒരു സാധാരണ സ്ത്രീ അല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ കുന്തി മഹാറാണിക്ക് പ്രണാമങ്ങൾ അർപ്പിച്ച് അവരുടെ പാദധൂളി സ്വീകരിക്കാനായി വരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
ഭൗതികമായി കുന്തി മഹാറാണി ഭഗവാന്റെ പിതൃ സഹോദരിയാണ്, മുതിർന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഭഗവാൻ അവർക്ക് പ്രണാമം അർപ്പിക്കാൻ ചെന്നു. അതാണ് വേദാനുസൃതം. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് മുതിർന്നവരുടെ ആശീർവാദം സ്വീകരിക്കുന്നു. ഇവിടെ കുന്തി ദേവിക്കും ഭഗവാനും അറിയാം കൃഷ്ണൻ പരമദൈവോത്തമ പുരുഷനാണെന്ന്. ഇവിടെ ഭഗവാൻ യുധിഷ്ഠിരന്റെ ആശീർവാദം തേടുന്നു, പാദം സ്പർശിക്കുന്നു. ഒരു ജ്യേഷ്ഠ സഹോദരൻ എന്ന നിലയിൽ യുധിഷ്ഠിരൻ ഭഗവാനെ ആലിംഗനം ചെയ്യുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ പാണ്ഡവരുടെ വസതിയിൽ എത്തുമ്പോൾ എല്ലാവർക്കും അറിയാം കൃഷ്ണൻ ഭഗവാനാണെന്ന്, പരമദൈവോത്തമ പുരുഷനാണ് എന്നൊക്കെ. അന്നൊക്കെ അവർക്ക് അറിയാതെയല്ല. പക്ഷേ ഭഗവാൻ പാദം സ്പർശിക്കുമ്പോൾ ഒരു ഇളയ സഹോദരൻ എന്ന പോലെ യുധിഷ്ഠിരൻ ആലിംഗനം ചെയ്യുന്നു. അതാണ് ശിഷ്ടാചാരം അല്ലെങ്കിൽ ഉപചാരക്രമം. അത് ഇവിടെ ഭഗവാൻ പാണ്ഡവരിലൂടെ അനുവർത്തിച്ച് കാണിച്ചു തരുന്നു അല്ലെ. ഇനി കുന്തിദേവിക്ക് മാത്രമല്ല, അർജുനനും അറിയാമായിരുന്നു ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണ് അല്ലെ. അതുകൊണ്ടാണ് അർജുനൻ പറഞ്ഞത് ഭഗവത്ഗീത 10.12 പരം ബ്രഹ്മ പരം ധാമ പവിത്രം പരമം ഭവാൻ പുരുഷം ശാശ്വതം ദിവ്യം ആദിദേവമജം വിഭൂ. അങ്ങ് പരമദിവ്യോത്തമ പുരുഷനാണ്, പരമമായ ധാമവും പവിത്രമായതും നിരപേക്ഷ തത്വവും അങ്ങ് തന്നെയാണ് എന്ന് അർജുനൻ പറയുന്നത്. അപ്പോ കുന്തിദേവിക്ക് മാത്രമല്ല എല്ലാവർക്കും അറിയാമായിരുന്നു ശ്രീകൃഷ്ണൻ ഭഗവാനാണ്. പാണ്ഡവർ യഥാർത്ഥമായി തന്നെ കൃത്യമായി തന്നെ മനസ്സിലാക്കിയിരുന്നു. കുരുവംശത്തിൽ ഭീഷ്മർക്ക് അറിയാമായിരുന്നു, ധൃതരാഷ്ട്രർക്കും അറിയാമായിരുന്നു. പിന്നെയോ ആഹുസ്താം ഋഷയാ സർവേ ദേവശൈർനാരദസ്തദാ അസിതോ ദേവലോ വ്യാസ സ്വയം ചൈവ പ്രവീചിമേ. നാരദൻ, അസിതൻ, വ്യാസൻ, ദേവലൻ മുതലായ ഋഷിമാർക്കും അറിയാമായിരുന്നു. പക്ഷെ അവർ മറ്റു ഗ്രഹങ്ങളിലുള്ളവരായിരുന്നു. പിന്നെ സ്വയം ഭഗവാനും പറയുന്നു. അതുപോലെ വിശ്വരൂപം കണ്ടിട്ട് 11:38 അർജുനൻ പറയുന്നു, ത്വമാദിദേവ പുരുഷ പുരാണ ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തദം വിശ്വമനന്തരൂപ. ആദിദേവനും പുരാണ പുരുഷനും പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരവും അങ്ങ് തന്നെ, അറിയേണ്ടവനും അറിയുന്നവനും അങ്ങ് തന്നെയാകുന്നു. ത്രിഗുണാതീതമായ അഭയസ്ഥാനം അങ്ങാണ്. അനന്തരൂപ, ഈ ദൃശ്യപ്രപഞ്ചമെങ്ങും അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് ഭഗവാനെ അറിയുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഭഗവാൻ 7.3 പറയുന്നു, മനുഷ്യാനും സഹസ്രേഷു കശ്ചിത് യദതി സിദ്ധയേ യതതാമഭി സിദ്ധാനാം കശ്ചിത് മാം വേത്തി തത്വദാ. ആയിരക്കണക്കിന് ആളുകളിൽ ഒരാൾ പൂർണ്ണത നേടാൻ ഉദ്യമിച്ചേക്കാം. അങ്ങനെ പൂർണ്ണത നേടിയവരിലും ഒന്നിലേറെ പേർ എന്നെ തികച്ചും അറിയുന്നില്ല എന്ന് ഭഗവാൻ പറയുന്നു. എന്നിരുന്നാലും ഭഗവാൻ കനിഞ്ഞാൽ, പ്രസാദിച്ചാൽ ഒരു ഭക്തന് ഭഗവാൻ സ്വയം വെളിപ്പെടുത്തി തരും. ശ്രീമദ് ഭാഗവതം 10:14-29 അതാപിതേ ദേവപദാംബുജദ്വയ പ്രസാദലേശാനുഗൃഹീത ഏവഹി ജനാദി തത്വം ഭഗവാൻ മഹിംനോ നചാന്യേകോപിചിരം വിചിന്വാൻ. എന്റെ ഭഗവാനെ, ഒരുവന് അങ്ങയുടെ പാതാരവിന്ദങ്ങളുടെ കരുണ ലവലേശം ലഭിക്കാൻ ഭാഗ്യമുണ്ടായാൽ അയാൾക്ക് അങ്ങയുടെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അങ്ങയെ മനസ്സിലാക്കാൻ വേണ്ടി മനനം ചെയ്തു കൂട്ടുന്നവർ വർഷങ്ങളോളം വേദാഭ്യാസം തുടർന്നാൽ പോലും അങ്ങയെ അറിയുന്നില്ല. ഇനി ഈ ശ്ലോകത്തിന്റെ മറ്റൊരു പ്രാധാന്യം, ശ്രീകൃഷ്ണ ഭഗവാൻ പരമസത്യം ഒരു പുരുഷനാണ് എന്നാണ് അല്ലെ. പക്ഷെ ശ്രീല പ്രഭുപാദർ പറയുന്നു, ചിലർ ഊഹാപോഹക്കാര് അവർ പറയുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു പരമസത്യം ഒരു സ്ത്രീയുമാകാം എന്ന് പറയുന്നതായി. പക്ഷെ പ്രഭുപാദ് പറയുന്നത് ഒരിക്കലും അങ്ങനെയല്ല. ഭഗവാൻ ഒരു സ്ത്രീ രൂപം സ്വീകരിക്കാൻ കഴിയും. നമുക്കറിയാം മോഹിനി രൂപം ഭഗവാന്റെ. പക്ഷെ അദ്ദേഹം പുരുഷനാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ എൻജോയർ, ആസ്വാദകൻ. അദ്ദേഹം സുപ്രീം എൻജോയർ ആണ്, പരമ ആസ്വാദകൻ, പരമപുരുഷനാണ്. അതുകൊണ്ടാണ് പുരുഷാവതാരങ്ങൾ ഉണ്ടായത് അദ്ദേഹത്തിൽ നിന്ന്. നമുക്കറിയാം കാരണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു, ഇതെല്ലാം പുരുഷാവതാരങ്ങളാണ്. ആദ്യ പുരുഷൻ, ദി ഒറിജിനൽ എൻജോയർ, ആദ്യ പുരുഷനാണ്. ഇവിടെ ഈ ശ്ലോകത്തെ കുറിച്ചുള്ള പ്രഭാഷണത്തിൽ പ്രഭുപാദ് പറയുന്നത്, നമ്മളെ പോലെയാണോ ഭഗവാൻ? അതായത് നമ്മൾ പുരുഷന്മാരാണ് എന്ന് കരുതുന്നത് പോലെയാണോ ഭഗവാൻ? അല്ല. പിന്നെ എങ്ങനെയാണ് ഭഗവാൻ? പ്രകൃതേ പരം, ഭൗതിക പ്രകൃതിക്ക് അതീതനാണ് അദ്ദേഹം. ഇവിടെ
പുരുഷൻ, സ്ത്രീ എന്നെല്ലാം പറയുന്നത് ഭൗതിക പ്രകൃതി ജീവാത്മാക്കൾക്ക് തരുന്ന വസ്ത്രങ്ങളാണ്. യഥാർത്ഥത്തിൽ ആരും പുരുഷന്മാരല്ല, എല്ലാവരും പ്രകൃതിയാണ്. ഭഗവാൻ മാത്രമാണ് പുരുഷൻ. ഭഗവത്ഗീത 7.5 അപരേയമിതസ്ത്വന്യാം പ്രകൃതിം വിദ്ധി മേ പരാം ജീവഭൂതാ മഹാഭാഗോ യേദം ധാര്യതേ ജഗത്. ഭഗവാൻ പറയുന്നു, മഹാബാഹുവായ അർജുന, എനിക്കൊരു ഉത്കൃഷ്ട ശക്തി കൂടിയുണ്ട്. താഴ്ന്ന തരം ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവഗണങ്ങളാണ്. അതുകൊണ്ട് പ്രഭുപാദ് പറയുന്നു, നമ്മൾ എല്ലാവരും പ്രകൃതിയാണ്. ഒരിക്കലും ആസ്വാദകരാകാൻ ശ്രമിക്കരുത്. പ്രകൃതി ആധിപത്യം സ്ഥാപിക്കപ്പെടേണ്ടതായിട്ടുള്ളതാണ്. പുരുഷൻ അധിപതിയുമാണ്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ അധീനതയിലാകുക എന്നുള്ളതാണ്. ജീവേരേ സ്വരൂപഹോ നിത്യേരേ കൃഷ്ണദാസ. പക്ഷെ ഓരോരുത്തരും അത് മറന്ന് അധിപതിയാകാൻ ശ്രമിക്കും. അതാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് ഭഗവാന്റെ ആധിപത്യം അംഗീകരിച്ച് ശരണാഗതി പ്രാപിക്കണം. ഭഗവാനെ, ഞാൻ എന്റേതാണല്ല, ഞാനാണ് എല്ലാത്തിന്റെയും അധിപതി എന്ന മിഥ്യാധാരണയിലായിരുന്നു ഇത്ര നാളും. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നു, അങ്ങയുടെ ആധിപത്യം ശിരസാ വഹിക്കേണ്ട ആളാണ് ഞാനെന്ന്. ഭക്തിവിനാഥ ഠാക്കൂർ അദ്ദേഹത്തിന്റെ ശരണാഗതി എന്ന ബുക്കിൽ ആത്മനിവേദനം എന്ന പ്രാർത്ഥനയിൽ ഇങ്ങനെ പറയുന്നു: മനസാ ദേഹാഗേഹ ജോ കിച്ചു മോര അർപ്പിലും സ്വപാദ നന്ദകിശോര. അതായത് ദേഹം, മനസ്സ്, ദേഹം, കുടുംബം, അങ്ങനെ എന്റേതായിട്ട് എന്തെല്ലാമാണോ ഉള്ളത്, അല്ലയോ നന്ദ മഹാരാജാവിന്റെ പുത്ര നന്ദകിശോര, അങ്ങയുടെ പാദങ്ങളിൽ അർപ്പിക്കുന്നു. അങ്ങനെ ആയാൽ അധീനരാകുന്നതിൽ നമുക്ക് ആനന്ദം അനുഭവിക്കാൻ കഴിയും. പിന്നെ ഈ ശ്ലോകത്തെ കുറിച്ച് പറയുമ്പോൾ പ്രഭുപാദ് പറയുന്ന മറ്റൊരു കാര്യം, നമ്മൾ ഒരിക്കലും ഇമിറ്റേറ്റർ ആകാൻ പാടില്ല, അനുകരിക്കാൻ പാടില്ല എന്ന് പറയും. പ്രഭുപാദ് പറയുന്നത്, എത്ര ഉന്നതമായ ജ്ഞാനം ഉള്ളവരാ പോലും ഞാൻ ഈശ്വരനാണ് എന്ന് പറയാൻ മാത്രം ശക്തമാണ് അനുകരണം. മായയുടെ സ്വാധീനം അത്രമേൽ ശക്തമാണെന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ളവർക്ക് അധപതനം സംഭവിക്കും. ശ്രീമദ് ഭാഗവതം 10:2-32 ആരൂഹ്യ കൃച്ഛേന പരംപദം തത്. ഈശ്വരനാകാൻ ശ്രമിക്കുന്ന മായാവാദികൾ, ഭഗവാനുമായി ഒന്നാകാൻ ആഗ്രഹിക്കുന്നവർ, അവർക്ക് ഒന്നാകാൻ കഴിയും, പക്ഷേ ഒരിക്കലും തുല്യമാകാൻ സാധ്യമല്ല. അസമോർധ്വ, ഭഗവാന് തുല്യമായോ ഉപരിയായോ ആരുമില്ല. ആ സമ ഊർധ്വ. പക്ഷെ മായാവാദികൾ ചിന്തിക്കുന്നത് അവരും ശ്രീകൃഷ്ണ ഭഗവാനെ പോലെ തന്നെയാണ് എന്നാണ്. അതുകൊണ്ട് അവർ ഭഗവാന്റെ ക്ഷേത്രം ദർശനം ചെയ്യില്ല. കാരണം അവർ കരുതുന്നത് അവർ മുക്തരാണ്, അവർ തന്നെ നാരായണനാണ്, കൃഷ്ണനാണ് എന്നാണ്. അത് തെറ്റായ കാര്യമാണ്. ശ്രീമദ് ഭാഗവതം 10:2-32 പറയുന്നു: ഏന്യരവിന്ദാക്ഷ വിമുക്തമാനിന സ്വയസ്തദ്ഭാവാദ വിശുദ്ധ ബുദ്ധയ ആരൂഹ്യ കൃച്ഛേന പരം പദം പദം തഥാ പദന്ത്യതോന്യാദൃതയുഷ്മദംക്രയ. അതായത് എപ്പോഴും ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം തേടുന്ന ഭക്തർക്ക് പുറമെ മോക്ഷത്തിനായി വിവിധ മാർഗം സ്വീകരിച്ചിരിക്കുന്നവരും ഉള്ളവരും ഉണ്ടല്ലോ. അവർക്ക് എന്താണ് സംഭവിക്കുക എന്ന ചോദ്യത്തിന് ഉത്തരമായി ബ്രഹ്മാവും മറ്റു ദേവന്മാരും പറഞ്ഞതാണിത്. അല്ലയോ അരവിന്ദാക്ഷ നയന, ഭഗവാനെ, ഉയർന്ന പദവിയിലെത്താൻ വേണ്ടി കഠിനമായ തപസ്സുകളും വ്രതങ്ങളും അനുഷ്ഠിക്കുന്ന ഭക്തിയില്ലാത്ത ചിലർ സ്വയം ജീവൻ മുക്തരാണെന്ന് കരുതിയേക്കാം. പക്ഷേ അവരുടെ ബുദ്ധി പരിശുദ്ധമല്ല. അവർ സങ്കല്പിച്ചുണ്ടാക്കിയിരിക്കുന്ന ഉന്നത സ്ഥാനത്ത് നിന്ന് നിപതിക്കും. കാരണം അവർ അങ്ങയുടെ പാതാരവിന്ദങ്ങളെ മാനിക്കുന്നില്ല. അവിശുദ്ധ ബുദ്ധയ, കാരണം അവരുടെ ബുദ്ധി പരിശുദ്ധമായിട്ടില്ല. അതികഠിനമായ തപശ്ചര്യകൾ കൊണ്ട് പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് അവർക്ക്, അങ്ങനെയുള്ളവർക്ക് ഒരുപക്ഷെ ബ്രഹ്മജ്യോതിയിൽ എത്താൻ കഴിഞ്ഞു. പക്ഷേ അവിടെ നിന്നും അതൊരിക്കലും ഒരു പ്രശ്ന പരിഹാരമാകുന്നില്ല. അവിടെ നിന്നും വീണ്ടും താഴേക്ക് പതിക്കും. അതുകൊണ്ട് ചില പ്രഭുപാദ് പറയുന്നു, ഭഗവാനാണ് ഒരേ ഒരു പുരുഷൻ, പ്രകൃതേ പരൻ. ഭഗവാൻ നമ്മുടേതുപോലുള്ള പുരുഷനല്ല. നമ്മൾ ഭൗതിക പ്രകൃതിയുടെ അധീനതയിലാണ്. ഭഗവാൻ ഭൗതിക പ്രകൃതിയുടെ അധിപതിയാണ്, ഭൗതിക പ്രകൃതിക്ക് ഉപരിയാണ്. പക്ഷെ വിഡ്ഢികളായവർ അത് മനസ്സിലാക്കുന്നില്ല. അവർ വിചാരിക്കും ഭഗവാൻ കൃഷ്ണനും നമ്മളെ പോലെയാണ് അല്ലേ. ഭഗവത്ഗീത 9:11 പറയുന്നുണ്ടല്ലോ, അവജാനന്തി മാമൂഢ മാനുഷ്യം തനുമാശ്രിതം. പക്ഷെ യാഥാർത്ഥ്യം അങ്ങനെയല്ല.
ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി കുന്തി മഹാറാണി പറയുന്നു പ്രകൃതേ പരം. ഇനിയോ അലക്ഷ്യം, ഇൻവിസിബിൾ. ഭഗവാൻ അദൃശ്യനാണ്. ഉദാഹരണം പറഞ്ഞാല് നമ്മളൊരു 2 നില വീടിന്റെ താഴെ ഇരിക്കുന്നു. മുകളിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നാൽ നമുക്ക് കാണാൻ കഴിയില്ല. നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല എന്നില്ല. അതുപോലെ ഭഗവാനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് മാത്രം. അലക്ഷ്യം. പക്ഷെ ഭഗവാനോ സർവഭൂതാണ്, അന്തർബാഹിർ അവസ്ഥിത. ഭഗവാൻ ഈ ഭൗതിക പ്രകൃതിക്കും അപ്പുറത്താകുമ്പോൾ നമുക്ക് ഭഗവാനെ എങ്ങനെയാണ് കാണാൻ കഴിയുക? പക്ഷെ എങ്കിലും ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. ഭഗവത്ഗീത 18.61 ഭഗവാൻ പറയുന്നു, ഈശ്വര സർവഭൂതാന് ഹൃദയ അർജുന തിഷ്ഠതി. ഹൃദയത്തിൽ മാത്രമല്ല ഭഗവാൻ അന്തർ ബഹിർ അവസ്ഥിത. ഭഗവാൻ പുറത്തുമുണ്ട്. കുന്തിദേവി കാണുന്നുണ്ട് ഭഗവാൻ തന്റെ മുൻപിൽ നിൽക്കുന്നത്. അതേസമയം ഉത്തരയുടെ ഉദരത്തിൽ പ്രവേശിക്കുന്നു അല്ലെ? നമ്മുടെ ഹൃദയത്തിലും പുറത്തുമുള്ള ഭഗവാനെയാണ് നമ്മൾ ശരണം പ്രാപിക്കുന്നത്. പക്ഷെ പൂർണ്ണമായും സമർപ്പിത ആത്മാക്കളാകാത്തവരുടെ മുൻപിൽ സ്വയം വെളിപ്പെടുത്താതിരിക്കാൻ ഭഗവാൻ സവിശേഷമായി ശ്രദ്ധിക്കുന്നു. ഭഗവാന്റെ മായാശക്തിയാകുന്ന നിയന്ത്രിത യവനിക നിഷേധാത്മാക്കളുടെ പരിമിതമായ കാഴ്ചയെ മറയ്ക്കുന്നുവെന്ന് ഇതിന്റെ പർപ്പറ്റിൽ ശ്രീല പ്രഭുപാദ് പറയുന്നു. പക്ഷേ ഭഗവാനെ കാണണമെങ്കിലോ എങ്ങനെയാണ് ഭഗവാനെ കാണാൻ കഴിയും? എങ്ങനെയാണത്? പ്രേമാഞ്ജന സുരിത ഭക്തി വിലേചനേന ബ്രഹ്മസംഹിതയിൽ പറയുന്നത്. ഭഗവാനോടുള്ള പ്രേമത്തിന്റെ അഞ്ജനം എഴുതിയ കണ്ണുകൾ കൊണ്ട് നോക്കാൻ കഴിയുന്നവർക്ക്, ഭക്തന്മാർക്ക് ഭഗവാൻ ദൃശ്യമാകും. അന്തർബഹിർ അവസ്ഥിത എന്ന് പറയുമ്പോൾ ബ്രഹ്മവിമോഹന ലീലയ്ക്ക് ശേഷമുള്ള ബ്രഹ്മാവിന്റെ സ്തുതിയിൽ ബ്രഹ്മാവ് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് ഭഗവാനെ തന്റെ അമ്മയായി പറയുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, പ്രാർത്ഥനയുണ്ട്. ബ്രഹ്മാവ് തന്നെ അമ്മയുടെ ഗർഭത്തിലെ ബീജത്തോട് തുല്യമായി ഉപമിക്കുന്നു. ബ്രഹ്മാവ് പറയുന്നു, ഭഗവാനെ, ഞാൻ അങ്ങയുടെ കുഞ്ഞിനെ പോലെയാണ്, അങ്ങ് എന്റെ മാതാവിനെ പോലെയാണ്. ഭഗവാൻ മണ്ണ് തിന്നിട്ട് യശോദാ മാതാവിനെ വായു തുറന്ന് കാണിക്കുമ്പോൾ ഭഗവാന്റെ വായിനകത്ത് സകല ബ്രഹ്മാണ്ടങ്ങളും ഉണ്ടായിരുന്നു. അതിലൊരു ബ്രഹ്മാണ്ടത്തിൽ ബ്രഹ്മദേവനും ഉണ്ടായിരുന്നു. ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ ശരീരത്തിൽ വഹിക്കുമ്പോൾ ആ വ്യക്തി അമ്മയാണ്. അതാണ് ബ്രഹ്മദേവന്റെ ഇവിടെ പറയുന്ന ലോജിക്ക്. ഉദരത്തിലിരിക്കുന്ന കുഞ്ഞ് അമ്മയെ ചവിട്ടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഒരമ്മയും അത് കാര്യമായിട്ട് എടുക്കാറില്ല. എല്ലാ പ്രപഞ്ചവും അങ്ങയുടെ ഉള്ളിലാണ്. അതിലൊരു പ്രപഞ്ചത്തിലാണ് ഞാനുള്ളത്. അപ്പോ ഞാനൊരു തെറ്റ് ചെയ്തു. ഒരു ഉദരത്തിലിരിക്കുന്ന കുഞ്ഞ് അമ്മയോട് കാണിക്കുന്ന ആ തെറ്റ് അമ്മ ക്ഷമിക്കുന്നത് പോലെ അങ്ങയും എന്നോട് ക്ഷമിക്കണം. വളരെ രസകരമായിട്ടാണ് ബ്രഹ്മാവ് പറയുന്നത് അല്ലെ? ഭഗവാനെ പരീക്ഷിക്കാൻ വേണ്ടി ഗോപബാലന്മാരെയും കന്നുകുട്ടികളെയും ബ്രഹ്മാവ് എടുത്തുകൊണ്ടുപോയി. ബ്രഹ്മാവിന്റെ മുമ്പിൽ നിന്നാണ് ബ്രഹ്മാവ് ഭഗവാനെ സ്തുതിക്കുന്നതും മാപ്പപേക്ഷിക്കുന്നതും ഇത് പറയുന്നത്. എന്നിട്ടും ബ്രഹ്മാവ് പറയുന്നു, ഭഗവാനെ, ഞാൻ അങ്ങയുടെ ഉദരത്തിനുള്ളിലാണ്, അങ്ങ് ദയവായി ക്ഷമിക്കുക. യോഗികൾ ധ്യാനാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഉള്ളിലുള്ള പരമാത്മ രൂപത്തിലുള്ള ഭഗവാനെ കാണാൻ ശ്രമിക്കുന്നു. ഭഗവാനെ കാണാനും അറിയാനും പല മാർഗങ്ങളും ഉണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഭഗവാനെ കാണാൻ കഴിയുന്നതിനുള്ള മാർഗം ഭക്തിയോഗമാണ്. ഭക്തിയുത സേവനം, ലവിങ് ഡിവോഷണൽ സർവീസ്. ഭഗവത്ഗീത 18:55 ഭഗവാനും പറയുന്നു, ഭക്ത്യാമാമഭിജാനാതി. ഭക്തിയുത സേവനത്തിന്റെ മാർഗം അവലംബിച്ചിട്ടുള്ളവർക്ക് ഭഗവാനെ എല്ലായിടത്തും ഉണ്ടെന്ന് അറിയാൻ കഴിയും, കാണാൻ കഴിയും. ശ്രീമദ് ഭാഗവതം 1:10 പറയുന്നു, ഈ കലിയുഗത്തിൽ എല്ലാവരും പ്രായേണ അല്പായുഷ കലാസ്മിൻ യുഗേ ജനഃ മന്ദാസു മന്ദമതയോ മന്ദബാഹ്യ ഉപദ്രുത. നൈമിഷാരണ്യത്തിൽ സമ്മേളിച്ച ഋഷിമാർ സൂത ഗോസ്വാമിയോട് പറഞ്ഞതാണ് അല്ലെ, കലിയുഗത്തിൽ മനുഷ്യർ അല്പായുസുകളാണ്. അവർ നിർഭാഗ്യവാന്മാരും മഴക്കാളികളും മടിയന്മാരും മാർഗഭ്രംശം സംഭവിച്ചവരും സർവോപരി സദാ ആകുലരുമാണ്. ഇതാണ് കലിയുഗത്തിന്റെ ലക്ഷണം എന്ന് 5000 വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞതാണ്. ഇപ്പൊ നമ്മൾ പ്രത്യക്ഷത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരമായി എന്താണ് നമുക്ക് ഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞു തന്നിരിക്കുന്നത്? നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തന്നമാമി ഹരിം പരം. അപ്പൊ നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുകയും കലിയുഗത്തിനായി പറഞ്ഞിരിക്കുന്ന നാമസങ്കീർത്തനം ചെയ്യുകയും വേണം.
എന്നാണ് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്ന് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, പഠിപ്പിച്ചു തന്നിരിക്കുന്നത് അല്ലെ. എല്ലാറ്റിൻ്റെയും ഒരു ലക്ഷ്യം ഒരു എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. അതായത് ഓൾവേസ് റിമെമ്പർ കൃഷ്ണ, നെവർ ഫർഗെറ്റ് കൃഷ്ണ. അതായത് എപ്പോഴും ഭഗവാനെ സ്മരിക്കുക, ഒരിക്കലും ഭഗവാനെ മറക്കാതിരിക്കുക അല്ലെ. നമുക്ക് തോന്നാം ഇത് എത്ര എളുപ്പമാണെന്നല്ലേ, നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണല്ലോ എന്ന് അല്ലെ. പക്ഷെ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം നമ്മൾ അത്രമാത്രം മായയ്ക്ക് അധീനരാണ്, ഭൗതികതയ്ക്ക് അധീനരാണ്. ഭഗവാന്റെ മായാശക്തി അത്രമാത്രം ശക്തമാണ്. ഭഗവാൻ തന്നെ പറയുന്നു, ഭഗവത്ഗീത 7:14, ദേവി ഹേഷ ഗുണമയി മമ മായ ദുരത്യയ മാമേ വയെ പ്രപദ്യന്തെ മായാമേതം തരന്തിരി അല്ലെ. 3 പ്രകൃതി ഗുണങ്ങൾ അടങ്ങിയ എന്റെ ദിവ്യശക്തിയെ അതിജീവിക്കുക എളുപ്പമല്ല, എന്നാൽ എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും. മായയെ അതിജീവിച്ചാലേ നമുക്ക് ഭഗവാനെ സ്മരിക്കാനും മറക്കാതിരിക്കാനും പറ്റൂ അല്ലെ. അതിനും ഭഗവാൻ തന്നെ സഹായിക്കണം. ഭഗവാൻ സഹായിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാനെ ശരണം പ്രാപിക്കണം. അങ്ങനെ ആയാൽ മാത്രമേ ശരീരം വെടിയുന്ന സമയത്ത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാന്റെ ധാമത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയൂ. അന്തകാലേച മാമേവ സ്മരൻ മുക്ത്വാ കളേവരം യപ്രയാതി സമദ്ഭാവം യാതി നാസ്തത്ര സംശയഃ. മരണസമയത്ത് എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ത്യജിക്കുന്നവൻ എന്റെ ഭാവത്തെ ഉടൻ തന്നെ പ്രാപിക്കുമെന്നതിന് സംശയമില്ല. അതിന് യാതൊരു സംശയമില്ല, ഭഗവാൻ പറഞ്ഞതാണ്. പക്ഷേ സംശയം നമുക്ക് സ്മരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അതിന് നമുക്ക് കഴിയണം. അതിന് ഒരു വഴിയേ ഉള്ളൂ. ഹരേർ നാമ ഹരേർ നാമ ഹരേർ നാമൈവ കേവലം കലോ നാസ്തൈവ 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 ഗതിരന്യത. വേറെ ഒരു വഴിയുമില്ല, വേറെ ഒരു വഴിയുമില്ല, വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് ഹരിനാമം ജപിക്കുക, പ്രചരിപ്പിക്കുക. ഹരേ കൃഷ്ണ, ഹരിബോൾ. ഈ ശ്ലോകത്തെ കുറിച്ചുള്ള എന്റെ മനസ്സിലാക്കണമെന്നല്ല, പ്രഭുപാദിന്റെ മനസ്സിലാക്കുക അല്ലെ, ഭക്തന്മാരെ മനസ്സിലാക്കിയത് ഞാനിവിടെ പറഞ്ഞു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. കൂടുതൽ എന്തെങ്കിലും അതിൽ പറഞ്ഞു തരാൻ ചേർക്കാനുണ്ടെങ്കിൽ ചെയ്യുക. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? എനിക്കറിയാവുന്നതാണെങ്കിൽ പറഞ്ഞുതരാം, ഇല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കും. അലക്ഷ്യം സർവഭൂതാനം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു എന്താന്ന് മനസ്സിലാക്കാം. ക്ലിയർ ആയി? അലക്ഷ്യം സർവഭൂതാനം. അലക്ഷ്യം സർവഭൂതാനം എന്ന് വെച്ചാൽ ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ പരമാത്മാവായിട്ടുണ്ട്. ഭഗവാൻ പുറത്തുണ്ട്, പക്ഷേ നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അദൃശ്യനാണ്. അതായത് നമ്മളിപ്പോ 2 നിലയുടെ മുകളിൽ ഇരിക്കുകയാണ്. അപ്പൊ നമുക്ക് താഴത്തെ നിലയിലുള്ള മുകളിലെ നിലയിൽ എന്തെങ്കിലും ചെയ്ത് നടന്നാൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ലല്ലോ, ഇല്ല. അതേപോലെ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലുണ്ട്, നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതാണ് അദൃശ്യം. നമുക്ക് മീൻസ് ജീവാത്മാക്കൾക്ക് ഭഗവാനെ കാണാൻ പറ്റണമെങ്കിൽ അതുപോലെ ആവണം. അങ്ങനെയുള്ളവർക്കും അതെ ഭഗവാന് ആ പർപ്പട്ടി തന്നെ പറയുന്നുണ്ടല്ലോ, ഭഗവാൻ നിഷേധാത്മാക്കള് അല്ലെങ്കിൽ സ്വയം സമർപ്പിതരാവാത്ത ആത്മാക്കളുടെ മുമ്പിൽ ഒരു യവനികയുണ്ട്, മായാശക്തി, അതായത് ഇല്യൂഷണറി എനർജി. ആ ഒരു കർട്ടൻ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കൂടെയുണ്ട്, എങ്കിലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. അദൃശ്യനാണ് ഭഗവാൻ. അതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മള് ഒരുപാട് കുറവുകളുള്ളവരാണ്. കാരണം നമുക്ക് ഈ നമ്മള് തെറ്റുകൾ വരുത്താൻ സാധ്യതയുള്ളവരാണ്. നമുക്ക് വഞ്ചിക്കാനുള്ള പ്രവണതയുണ്ട്. നമ്മൾ മായാശക്തിയുടെ അധീനതയിലാണ്. അതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടല്ലോ, അങ്ങനെ 4 നമ്മുടെ ഇന്ദ്രിയങ്ങള് ാണ്. അങ്ങനെ ആ കുറവുകളൊക്കെ ഉള്ള നമ്മള് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അധീനരാണ്. ആ ത്രിഗുണങ്ങൾക്ക് ഉപരിയായിട്ടുള്ള ഭഗവാനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഭഗവാനെ നാമം ജപിച്ച് ഭഗവാന്റെ സേവനം ചെയ്ത് ഭഗവാന് സമർപ്പിതരായി ആ ഒരു ശുദ്ധ സത്വത്തിലേക്ക്, ആ ഒരു നിലവാരത്തിലേക്ക് ഉയർന്നാൽ മാത്രമേ ഭഗവാനെ കാണാൻ കഴിയൂ. അതുവരെ ഭഗവാൻ അദൃശ്യനായിരിക്കും. അതുപോലെയുള്ള ഭക്തന്മാർക്ക്, കുന്തിദേവി, പാണ്ഡവര്, അവർക്കൊക്കെ കാണാൻ പറ്റും ഭഗവാനെ, അവർക്കറിയാമായിരുന്നു. പക്ഷെ അവരുടെ ആ സ്ഥിതി എത്രയോ ഉയർന്നതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അലക്ഷ്യം. നമ്മളെ ഭൗതിക ലോകത്തിലുള്ള ആൾക്കാർക്ക്, ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അധീനരായവർക്ക് ഭഗവാൻ അലക്ഷ്യമാണ്, ഭഗവാൻ ഇൻവിസിബിൾ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇനി കൂടുതലായിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിശുദ്ധരായ ഭക്തന്മാരുണ്ട്, അവർക്ക് താങ്ക് യു മാതാജി. ക്ലിയർ ആയി. എനിക്ക് അലക്ഷ്യം എന്നുള്ള വേർഡ് മീനിങ് എനിക്ക് അവിടെ
കണക്ട് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്. താങ്ക് യു മാതാജി. നല്ല രസമായിരുന്നു ക്ലാസ്, നന്നായിരുന്നു, നല്ല ഇഷ്ടമായി. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ മാതാജി, നല്ല ക്ലാസ് ആയിരുന്നു. പ്രണാമം. മാതാജി നല്ല ക്ലാസ് ആയിരുന്നു. മാതാജി പറഞ്ഞൊരു കാര്യം കറക്റ്റ് ആയിട്ട് ശരിയാണ്. എനിക്ക് എന്റെ ലൈഫിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, മാതാജി പറഞ്ഞില്ലേ, സിമ്പിൾ ആണ് കാര്യം. ഭഗവാൻ എപ്പോഴും ഓർക്കാന്ന്. ഓൾവേസ് റിമെമ്പർ കൃഷ്ണ എന്നൊക്കെ പറയും എല്ലാവരും. പക്ഷെ എന്തെങ്കിലും ഒരു ആപത്ത് വന്നാൽ അവര് ബാക്കിയുള്ള കാര്യത്തിലേക്ക് പോകും. മായ ബാധിക്കപ്പോ. അത് ശരിയാണ് മാതാജി പറഞ്ഞ, കറക്റ്റ് ആണ്. അത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഉള്ള സത്യം പറയലോ, ഒന്നും എനിക്ക് ഓർമ്മ വരില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇതിൽ കൂടുതൽ നന്മ ഇൻവോൾവ് ആവുമ്പോ ശരിക്കും മനസ്സിലാവും. പെട്ടെന്ന് വിളിക്കുന്ന കൃഷ്ണൻ തന്നെയാണ്. അത് ശരിയാ മാതാജി പറയുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു സോ മച്ച് മാജി. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. പ്രണാം മാജി, പ്രണാം. ഹരേ കൃഷ്ണ. മാതാജി ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു, നല്ല മനസ്സിലായി, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. ഹരേ കൃഷ്ണ. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി നല്ല ക്ലാസ് ആയിരുന്നു, നന്നായി മനസ്സിലായി. താങ്ക് യു സോ മച്ച്. എല്ലാം ഭക്തരുടെയും പ്രഭുപാദിന്റെയും ഗുരുവിന്റെയും കാര്യം. ഹരേ കൃഷ്ണ മാതാജി, ദണ്ഡപ്രണാം. ഹരേ കൃഷ്ണ മാതാജി. പ്രണാമം. ഹരേ കൃഷ്ണ. ശിവ ഹരേ മാതാജി കൃഷ്ണ ഉണ്ടോ മാജി. അതില്? മാതാജി നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ഹരേ കൃഷ്ണ. വ്യക്തമായിട്ട് മനസ്സിലായി. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമ്മുടെ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് കയറുന്ന, നമുക്ക് ക്ലാസ് എടുക്കുന്ന പത്തപ്പാം പ്രഭു ദ്വാരക മാജി, അവരുടെ അമ്മ കൃഷ്ണ മാജിയുടെ ഒരു സർജറി ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പോ കുറച്ച് സാങ്കേതിക തടസ്സം കാരണം ഇന്നലെ സർജറി നടന്നില്ല. അപ്പൊ ഇന്നാണ് മാജിയുടെ സർജറി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ അത് നന്നായിട്ട് നടക്കാൻ വേണ്ടി എല്ലാ ഭക്തന്മാരും മാജിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോ സർജറി ചെയ്യുന്നത് നമ്മുടെ ക്ലാസ് എടുക്കുന്ന ഹരീശ്വര വ്രജഹരി പ്രഭു ആണ്. മറ്റന്നാള് പ്രഭുവിന്റെ ക്ലാസ് ഉണ്ട്. നേരത്തെ ക്ലാസ്സിൽ വന്നിട്ടുള്ളവർക്കും അറിയാം പ്രഭുവിനെ കുറിച്ച്. ഇപ്പൊ പ്രഭു ആണ് സർജൻ. അപ്പൊ ഇന്നലെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മാജിക്ക് സർജറി നടക്കാതായത്. അപ്പോ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രഭു വന്ന് ഞങ്ങളടുത്ത് ദ്വാരമാജി ഉണ്ട്, ദ്വാരമാജി കേൾക്കുന്നുണ്ടാവും. ആ സമയത്ത് പ്രഭു ഞങ്ങളോട് പറഞ്ഞതാണ്, നമ്മളിങ്ങനെ ഭാഗവതം ക്ലാസ്സിന്റെ കാര്യം ഇങ്ങനെ ഡിസ്കസ് ചെയ്തപ്പോ, നമുക്ക് എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടെങ്കിൽ നിങ്ങൾ കുന്തി പ്രേയർ വായിച്ചാൽ മതി. ഇപ്പൊ തന്നെ മാജിയുടെ സർജറി നടന്നില്ല. അപ്പോ അതില് മുമ്പാണെങ്കിൽ പ്രഭു പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോ പ്രഭു ഇന്ന് തന്നെ നടക്കണം എന്ന് വാശി പിടിക്കും. പക്ഷെ ഇപ്പൊ ഞാനത് തിരിച്ചാണ് ചിന്തിക്കുന്നത്. ഇന്ന് ഭഗവാന് നടത്തണ്ട എന്നുള്ളതായിരിക്കും ഇന്നത്തെ ഭഗവാന്റെ തീരുമാനം. അതുകൊണ്ട് നാളെ അത് മതി. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് കുന്തി പ്രേയർ വായിച്ചാല് ഈ തടസ്സങ്ങളെല്ലാം മാറി നന്നായിട്ട് മാജിയുടെ സർജറി നടക്കുന്നു പ്രഭു ഇന്നലെ പറഞ്ഞു. അപ്പൊ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രെയർ ആണ് കുന്തി പ്രേയർ. ആ കുന്തി പ്രേയർ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയും നല്ലൊരു സമയത്ത് മാജിയുടെ സർജറിയും വളരെ സക്സസ് ആയിട്ടും ഇന്ന് നന്നായിട്ട് നടക്കാൻ വേണ്ടി എല്ലാ ഭക്തന്മാരും പ്രാർത്ഥിക്കണം. എല്ലാവരും നിങ്ങളുടെ പ്രേയേഴ്സിൽ മാജി ഇൻക്ലൂഡ് ചെയ്യണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം ചാൻഡ് ചെയ്യാം മാതാജി എല്ലാവർക്കും. തീർച്ചയായിട്ടും മാജി, തീർച്ചയായിട്ടും. ഹരേ കൃഷ്ണ ഹരേ ഹരേ കൃഷ്ണ, കൃഷ്ണ ഹരേ കൃഷ്ണ. കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ ഹരേ. ഹരേ രാമ ഹരേ രാമ, കൃഷ്ണ കൃഷ്ണ ഹരേ രാമ, ഹരേ രാമ ഹരേ രാമ, രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, ഹരേ. കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ദ്വാരമാജി സർജറി സ്റ്റാർട്ട് എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും അപ്ഡേറ്റ് വന്നോ മാജി? ഹരേ കൃഷ്ണ മാതാജി. നമ്മളെല്ലാം OTയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്. ഇപ്പം അത് തുടങ്ങിയിട്ടില്ലെന്ന് പറഞ്ഞ്. തുടങ്ങിയിട്ടില്ല. പ്രഭു എത്തിയോന്ന് അറിയില്ല. പ്രഭു ബാക്കിലേക്ക് പ്രഭു എത്തിയോന്ന് അറിയില്ല. എല്ലാവരും ഇവിടെ ഇരിക്കുന്നു. ഞാനും പ്രഭുവും സാർത്തിയും ഇവിടെ OTയുടെ ഫ്രണ്ടിലുണ്ട് മാജി. ഓക്കെ മാജി. ഹരേ കൃഷ്ണ. എല്ലാവരും പ്രാർത്ഥിക്കാം മാജി. ഹരേ
നന്ദി മാതാജി, വളരെ സന്തോഷം. ഗൗരപ്രിയ മാതാജി, സജി മാതാജിയുടെ ക്ലാസ് വളരെ നന്നായിരുന്നു. താങ്ക് യു മാതാജി, വളരെ ഗംഭീരമായ ക്ലാസ് ആണ് എടുത്തത്. ഇന്നലെ ഹരീശ്വർ പ്രഭു കുന്തി പ്രയറിനെ കുറിച്ച് ഗ്ലോറിഫൈ ചെയ്യുകയും ഇന്ന് തന്നെ നമുക്ക് കുന്തി പ്രയറിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തതിൽ ഒരു കോയിൻസിഡന്റ് ആയിട്ട് ഉണ്ട്. വളരെ സന്തോഷം തോന്നുന്നു. അതുപോലെ ഗൗരപ്രിയ മാതാജിയുടെ ഇന്നത്തെ ഈ ക്ലാസ് ഗംഭീരമായിരുന്നു. വളരെ നല്ല രീതിയിൽ ഒരുപാട് ലെക്ചറിനെ കണക്ട് ചെയ്ത് മനോഹരമായാണ് മാതാജി ക്ലാസ്. വളരെ നന്ദിയുണ്ട് മാതാജി, വളരെ സന്തോഷം. താങ്ക് യു. ഒരു അനൗൺസ്മെന്റ് ഇവിടെ ഉണ്ട് പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ. മാതാജി, ഞാൻ ചെയ്തോട്ടെ ഒരു അനൗൺസ്മെന്റ്? താങ്ക് യു മാതാജി. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും കൃഷ്ണ കോൺഷ്യസ് ആയിട്ട് ബന്ധപ്പെട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിൽ നമ്മുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ തമ്മിൽ സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കൂടെ തന്നെ വളരെ മനോഹരമായ ക്ലാസ് എടുക്കുന്ന സീനിയർ വൈഷ്ണവൻ പ്രിയപ്പെട്ട ഹിസ്ഡേസ് വംശീധാരി മോഹനദാസ് പ്രഭു ബഹ്റിൻ, അദ്ദേഹം പിള്ളേർക്കുള്ള പ്രോഗ്രാം, ഹൈസ്കൂൾ ആൻഡ് എബോ ഉള്ള പിള്ളേർക്കുള്ള പ്രോഗ്രാം ഓൺലൈനായിട്ട് എടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹം എല്ലാ ഞായറാഴ്ചയും 8 മണി മുതൽ 9 മണി വരെയുള്ള ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിലുള്ള സമയം അദ്ദേഹം നൽകിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ വരുന്ന ഞായറാഴ്ച മുതൽ നമുക്ക് പിള്ളേരുടെ പ്രോഗ്രാം കൃഷ്ണകൃപയാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ ഗ്രൂപ്പിൽ ഇപ്പോ ഭാഗവതം ക്ലാസ് കേൾക്കാൻ റെഗുലറായിട്ട് വരുന്ന ഓരോ ഭക്തജനങ്ങളുടെയും സ്വന്തത്തിലും ബന്ധത്തിലുമുള്ള എല്ലാ ഹൈസ്കൂൾ ആൻഡ് എബോ പിള്ളേരെയും ഈ പ്രോഗ്രാമിൽ പങ്കുകൊള്ളിക്കണമെന്ന് വിനീതമായി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടി എന്നെയോ ഐശ്വര്യ ദേവിദാസി, നമ്മുടെ ഇതിന്റെ കോർഡിനേറ്റർ ഐശ്വര്യ ദേവിദാസിയെയോ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നതാണ്. ഇന്നോ നാളെയോ നമ്മൾ അതിന്റെ ബ്രൗസർ ഉണ്ടാക്കി പോസ്റ്റർ ഉണ്ടാക്കി ഗ്രൂപ്പിലൊക്കെ ഇടുന്നതാണ്. അതിൽ നമ്മുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള പിള്ളേരെ ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു വലിയൊരു സർവീസാണ്. ശരിക്കും ഇതൊരു കോമൺ പ്രോഗ്രാം ആയിട്ടാണ് നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രോഗ്രാമാണ് എന്നുള്ള രീതിയിൽ ഈ കോമൺ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പിള്ളേരുടെ പ്രോഗ്രാം അതീവ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ ഏരിയയിലുള്ള ആൾക്കാർക്ക് മാത്രമേ അവിടെ വരാൻ കഴിയത്തുള്ളൂ. എന്നാൽ ഓൺലൈനായിട്ട് നടത്തുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും അടുത്തുള്ള പ്രോഗ്രാമായിട്ട് ഇതിനെ മാറ്റാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ പങ്കെടുക്കുന്ന ഓരോ ഭക്തജനങ്ങളും മിനിമം 2 പിള്ളേരെയെങ്കിലും ഇതിനകത്ത് അവരെ വരാൻ വേണ്ടിയുള്ള അവസരങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള പിള്ളേർ വേണമെന്നില്ല. നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള പിള്ളേരെയും ഈ ഒരു കാരുണ്യം കൊടുത്ത് അവരെ കൃഷ്ണ കോൺഷ്യസ് ഈ ക്ലാസ്സിൽ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരു ചെറിയൊരു എഫോർട്ട് ഇടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ക്ലാസ് കേൾക്കുന്നത് 35 പേരാണ്. നേരത്തെ 40-ൽ മേലുള്ള ആളുണ്ടായിരുന്നു. ഓരോരുത്തരും 2 പിള്ളേരെ വച്ച് തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 70ഓളം കുട്ടികളെ നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിയും. തീർച്ചയായിട്ടും ഈ റെഗുലറായിട്ട് നടക്കുന്ന ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന പക്ഷം അവരുടെ ലൈഫിൽ തീർച്ചയായിട്ടും ഒരു വെളിച്ചമായി ഈ ക്ലാസ് മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനുവേണ്ടി മുന്നോട്ട് വന്നിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സീനിയർ വൈഷ്ണവൻ ഹിസ് ഗ്രേസ് വംശീധാരി പ്രഭുവിന് ഹൃദയപൂർവ്വം ആത്മാർത്ഥമായി ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അതുപോലെ നമുക്ക് UP ക്ലാസ്സും അതുപോലെ തന്നെ LP ക്ലാസ്സും ആ കാറ്റഗറിയിലുള്ള പിള്ളേർക്കും കൂടെ ക്ലാസ് തുടങ്ങേണ്ടതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് എത്ര തന്നെ ടീച്ചർമാർ മുന്നോട്ട് വന്നാലും നമുക്ക് ആവശ്യമുണ്ട്. വ്യത്യസ്തമായ സമയങ്ങളിൽ വ്യത്യസ്തമായ ക്ലാസ് വ്യത്യസ്ത പിള്ളേർക്ക് നമുക്ക് കൊടുക്കുവാൻ കഴിയും. പിള്ളേർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം കഴിഞ്ഞതും 20 പിള്ളേർക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിൽ ചെയ്താൽ ടീച്ചർമാർക്ക് പിള്ളേരെ കൂടുതൽ കെയർ ചെയ്യാൻ കഴിയും. അപ്പൊ അതിൽ കൂടുതൽ പിള്ളേർ വന്നാൽ അതിൽ കൂടുതൽ ടീച്ചർമാരുടെ ആവശ്യമുണ്ട്. അപ്പൊ അത് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി ഓരോ ഭക്തജനങ്ങളും ഈ മേഖലയിൽ വലിയ അറിവോ എക്സ്പീരിയൻസോ ഇല്ലെങ്കിൽ കൂടിയും മുന്നോട്ട് വരണം. നമുക്ക് ടീച്ചർമാർക്കുള്ള ട്രെയിനിങ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ടീച്ചർമാർക്ക് ക്ലാസ് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയും. അതുകൊണ്ട് ആഗ്രഹം എന്തെങ്കിലും ഈ മേഖലയിൽ എന്തെങ്കിലും സർവീസ് ചെയ്യുന്ന ആഗ്രഹമുള്ളവരെല്ലാവരും ദയവായി നമ്മളായിട്ട് ഒന്ന് കോൺടാക്ട് വരണമെന്ന് വിനീതമായി ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. പിന്നെ ക്ലാസ് എടുത്ത മാതാജി ഒന്നുകൂടി നന്ദി പറയും. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാജി. താങ്ക് യു മാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ വൈഫൈയുടെ
കംപ്ലൈന്റ് ഉള്ളത് കൊണ്ട് ഇന്നത്തെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എല്ലാവരും ദയവായി ക്ഷമിക്കുക. ഇന്ന് നന്നാക്കിയിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യാം. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. ക്ലോസ് ചെയ്യട്ടെ മാജി? എന്തോ മാജി?